ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയും അരിപ്പൊടിയും ഒന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ള അവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ അവിലും റവയും ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആ ഒരു വെള്ളമൊക്കെ റവയും അവിലൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത സമയത്ത് ഇതാ ജാറ് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇതിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ പിന്നെ നമുക്ക് കുറേശ്ശെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 8 മണിക്കൂറാണ് കേട്ടോ വെക്കുന്നത്. അതായത് നമ്മൾ രാവിലേക്കൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് പെട്ടെന്നൊക്കെ അപ്പം റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് 1 മണിക്കൂറും കൊണ്ടൊക്കെ മാവ് പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരുന്ന ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കേണ്ടി വരും. 1/2 ടീസ്പൂൺ ഉള്ളത് 1 ടീസ്പൂണൊക്കെ എടുത്താൽ പെട്ടെന്ന് മാവ് പൊങ്ങി വരും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണിലോട്ട് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ സമയം കൂടുതലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാനൊരു 6 മണിക്കാണ് കേട്ടോ നമ്മുടെ അടപ്പ് തുറന്ന് നോക്കിയത്. അപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം കൂടുതലായിട്ട് ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ വെള്ളപ്പൊക്കെ ചുടുന്നത് പോലെ തന്നെ 1 മിനിറ്റൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുക. 1-2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ തുറന്ന് നോക്കിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ റവ വെച്ചിട്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്